ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കൊട്ടാരക്കര താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ മാളികപ്പുറങ്ങളുടെ അയ്യപ്പ ദർശനം പരിപാടിയുടെ പദ്ധതിയുടെ ആദ്യ യാത്ര കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. 17 മാളികപ്പുറങ്ങളുമായിട്ടാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. അയ്യപ്പൻ്റെ പുണ്യദർശനം ഇവർക്ക് കിട്ടാനും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഹരിവരാസനം ട്രസ്റ്റ് എല്ലാ മാസവും ഭക്തജനങ്ങളെ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുകെട്ടി ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ നിന്ന് 17 ഭക്തജനങ്ങൾ അമ്മമാർ അതിൽ കെട്ടുകെട്ടി ശബരിമലയ്ക്ക് പോവുകയാണ്. ഹരിവരാസനം ട്രസ്റ്റാണ് ഇതിൻ്റെ പുറകിലുള്ളത്. 1992 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പിന്നെ വീണ്ടും അതുകൊണ്ട് പോകാനുള്ള അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട്. സന്തോഷമുണ്ട്. അങ്ങനെ വീണ്ടും പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ട്രസ്റ്റിൻ്റെ വകയായി ഈ അമ്മമാരെ 10-20 മാളികപ്പുറം അമ്മമാരുണ്ട്. എല്ലാവരെയും കൂടെ ഇതുപോലെ രാവിലെ 7 മണിക്കുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നു. നല്ല സുഖയാത്രയാണ്. വണ്ടിയിലെല്ലാവർക്കും നല്ല സൗകര്യമായിട്ടും അതുപോലെ തന്നെ മല കയറാനും എല്ലാവർക്കും സന്തോഷമാണ്. കാല് വയ്യെങ്കിലും അവരതെല്ലാം മറന്ന് നല്ല ഇതായിട്ട് കയറുന്നുണ്ട്. ഭഗവാനെ ചെന്ന് അതുപോലെ തന്നെ കാണാനും ദർശനം കിട്ടാനും നല്ല ഭാഗ്യം കിട്ടി. ഭഗവാന്റെ അതുകൊണ്ട് എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും. കാരണം കൊണ്ട് അമ്മമാരെ നേതൃത്വം വഹിച്ച് പോകാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതോടെ കെട്ടുകൾ മറക്കല്ലേ. നമ്മുടെ ഹരിവരാസനം ട്രസ്റ്റ്
എല്ലാ മാസവും ഭക്തജനങ്ങളെ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുകെട്ടി ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ നിന്ന് 17 ഭക്തജനങ്ങൾ അമ്മമാർ അവർ കെട്ടുകെട്ടി ശബരിമലയ്ക്ക് പോവുകയാണ്. ഹരിവരാസനം ട്രസ്റ്റാണ് ഇതിൻ്റെ പുറകിലുള്ളത്. 1922 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഹരിവരാസനം കവിതയുടെ പാട്ടിൻ്റെ അല്ലെങ്കിൽ കീർത്തനത്തിൻ്റെ രചന നടത്തിയിരിക്കുന്നത് ഓമത്ത് ജാനകിയമ്മ എന്ന് പറയുന്ന നമ്മുടെ ആ അമ്മയാണ്. ആ അമ്മയുടെ പൗത്രനാണ് ഈ പ്രസിഡൻറ്റ്, ട്രസ്റ്റി ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കേരളത്തിലെമ്പാടും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഇത് വളരെ ആത്മാർത്ഥമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ ഇഷ്ടപ്രകാരം നടത്തുന്ന ഈ ചടങ്ങ് സ്വാഭാവികമായിട്ടും സന്നിധാനത്തിൽ ചെന്ന് ഭഗവാനെ ദർശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ, ഏറ്റവും ഭക്തിപരമായ നർമ്മമായ ഒരു സംഭവം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ. കൊട്ടാരക്കരയുടെ ചുമതല വഹിക്കുന്നത് ഉഷാകുമാരിയാണ്. ഉഷാകുമാരി അതിന് നേതൃത്വം നൽകുന്നു. അതുകൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും ഓരോ വീടുകളിലും നീരാജനങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ സജീവമായ പ്രവർത്തനം തുടരുമെന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. നന്ദി, നമസ്കാരം.